ക്രിസ്മസ് ആയിട്ട് ഈ ദിവസമെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിക്കൂടെ? നിങ്ങൾക്കിങ്ങനെ കൂട്ടുകാരെ സൽക്കരിക്കാൻ എത്ര കാശ് വേണമെങ്കിലും മുടക്കാലോ. എനിക്കൊരു 5000 രൂപയുടെ സാരി വാങ്ങി തരാൻ പറഞ്ഞാൽ അന്നേരം കാശില്ല. 5000 രൂപയുടെ സാരി ഇത്തിരി പുളിക്കും. 15 കൊല്ലം മുമ്പ് നിങ്ങൾ എന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ഉടുത്തിരുന്ന സാരി എത്ര രൂപയുടെ ആണെന്നറിയാമോ? ശരി, തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വരുന്നത് വേണാടാണോ നേത്രവതിയാണോന്ന് ആരെങ്കിലും നോക്കുവോ? ഓ, തമാശിക്കാൻ മാത്രം ഒരു വിശക്കുമില്ല. പപ്പ ഇന്ന് കരോള് വരില്ലേ? വരും വരും. അതിന് നിന്റെ പപ്പാക്ക് പള്ളിയും പട്ടക്കാരും ഒക്കെ ഉണ്ടോ? അപ്പൊ ഒന്ന് കരോള് വരില്ലേ മമ്മി? ദേ അങ്ങോട്ട് തന്നെ ചോദിക്കേ. ഞങ്ങൾക്ക് കരോളിന്റെ കൂടെ പോണം. പൊയ്ക്കോളണം എന്റെ മുന്നിൽ നിന്ന്. ഇവിടെ ആരും കരോളിനും പോകുന്നില്ല, എങ്ങും പോകുന്നില്ല. ഒരു കരോള്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ വരും. അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളണം. വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത്. മുതലാളി, മുതലാളി എനിക്കൊരു സഹായം ചെയ്യണം. എനിക്കൊരു 5000 രൂപ വേണം. എന്റെ ഇളം വരുന്ന വീടും അവന്റെ വാൾവിനാണെങ്കിൽ ജന്മനാ തന്നെ കുഴപ്പമുള്ളതാ. ആശുപത്രിയിൽ വരെ കൊണ്ടുപോകണം. നിന്റെ മോനെ ആശുപത്രി കൊണ്ടുപോകാൻ ഞാൻ എന്നെ എന്തിനാണ് പണം തരുന്നത്? മുതലാളി അങ്ങനെ പറയരുത്. കടമായിട്ട് മതി, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാം. എന്നാ കണ്ടോണ്ട് നിൽക്കും അടി ഏറി ബോഡി പറ്റുകളെ വിളിച്ചോണ്ടോ. നീ എന്നതാ പറഞ്ഞേ? ഓ, തിരിച്ചു തരാമെന്ന്. അത് വെറുതെ. എടാ, 4 അടിക്ക് വാങ്ങിയല്ലാത്ത നീ എടുന്നിർത്ത് തരാനാ. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ നിനക്കിപ്പോ തരാൻ എന്റെ കൈ കാശില്ല. അതുകൊണ്ട് എന്റെ സമയം വെറുതെ മെനക്കെടുത്താതെ നീ വന്ന വഴി വിട്ടോ വിട്ടോ വിട്ടോ. മുതലാളി, മുതലാളി അങ്ങനെ പറയരുത്. കാല് പിടിക്കാം. കാലേ പിടിച്ചോണ്ടാണ് കൈ വെടിയരുതെന്ന് പറയുന്നത്. പോടാ എണീറ്റ്. സഹായം ചോദിച്ചോണ്ടല്ലോ വരവ്. നിനക്കിട്ടേ വെച്ചിട്ടുണ്ട്. വാ കേറി വാ എല്ലാവരും. നിങ്ങൾ എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നമ്മള് പോകേണ്ടടുത്ത് നമ്മൾ തന്നെ പോകണ്ടേ കറിയാച്ചാ? എന്നാ പിന്നെ ഇനി സമയം കളയണ്ട. ഓരോന്നിരുന്നങ്ങ് പിടിപ്പിക്കേ. പിന്നല്ലാതെ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് നമ്മൾ ആണുങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത് അതിന്റെ ഒരു ബുദ്ധി. അത് തന്റെ കാര്യം. എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇങ്ങനെയുള്ള പാർട്ടികൾ ഭയങ്കര ഹരമാണ്. എന്നിട്ട് എന്തേ ഭാര്യയെ കൂട്ടാഞ്ഞേ? അവൾക്ക് ഇന്ന് അവളുടെ ബോസിന്റെ കൂടെ വേറൊരു പാർട്ടി ഹോട്ടൽ ലീ മെറിഡിയനിൽ വെച്ച. അപ്പൊ തകർക്കും. അവൾ അവിടെ തകർക്കുന്നു, ഞാൻ ഇവിടെ തകർക്കാൻ പോകുന്നു. ഇതൊക്കെയല്ലേ മച്ചന് നമ്മുടെ ഒരു സന്തോഷം. കറിയാച്ചിന്റെ സാധനം കൊള്ളാം. തലക്കൊക്കെ ഒരു പെരുപെരുപ്പ്. കറിയാച്ചൻ ഫിറ്റായി. നിങ്ങളെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് ക്ഷമ കേട്ടാ പിന്നെ ഞാൻ എന്തോ ചെയ്യും? കറിയാച്ചോ, ഇനിയിപ്പോ അടുത്ത കുരിശ് ഏതാണാവും? അച്ഛനായിരുന്നു. ഈശോ വിശേഷിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എന്തിനാ അറിയാച്ചോ നീ ഇത്ര വിഷമിച്ച് സ്തുതി തരുന്നത്? എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നതാ അറിയാച്ചോ ഇവിടെ പരിപാടി? വല്ല പാർട്ടിയോ മറ്റോ ആണോ? നമ്മളെ കർത്താവ് ഈശോ മിശിഹ ജനിക്കാൻ പോവല്ലേ അച്ഛോ. അതിന്റെ ഒരു സന്തോഷത്തിന് ഒരു ചെറിയ. ഇത് നല്ല മുന്തിയ ഇനമാണല്ലോ അറിയാച്ചാ. ഇതിന് എന്നാ വില വരും? അതിന് വലിയ പൈസയൊന്നും ഇല്ല അച്ഛോ. ഉള്ളി 3000. ഓ, അത്രയേ ഉള്ളോ? അത്രേ ഉള്ളൂ അച്ഛോ. അപ്പോ ഇതുപോലെ കുറെ എണ്ണം പൊട്ടും അല്ലേ കറിയാച്ചോ? അല്ല, അച്ഛനിപ്പോ കുപ്പിയുടെ കണക്കെടുക്കാൻ വന്നതാണോ? പേടിക്കേണ്ട കറിയാച്ചോ, ഞാൻ ഇവിടേക്കായിട്ട് വന്നതല്ല. നിന്റെ അയൽക്കാരൻ പാപ്പിയില്ലേ, അവന്റെ വീട് വരെ ഒന്ന് വന്നതാ. അവനെ കൊണ്ട് വലിയ ശല്യം അച്ഛോ. ആ ദരിദ്രവാസി അയൽവക്കത്ത് കിടക്കുന്നത് തന്നെ എനിക്കൊരു മേനക്കേടാ. എത്ര തവണ ഞാൻ പറഞ്ഞതാണെന്നോ ഇവിടെ നിന്നൊന്നും മാറിപ്പോകാനായിട്ട്. ഇത്തിരി കാശും കൂടുതലും കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവന് പറ്റത്തില്ല. അവന്റെ അപ്പൻ ചത്ത് കിടക്കണ മണ്ണാണെന്ന്. ഒരു ദിവസം ഞാൻ അവനെ ഓടിക്കും. ഇന്നെന്റെ അടുത്ത് ഇത്തിരി കാശും ചോദിച്ച അവൻ വന്നിരുന്നു. ഞാൻ കൊടുക്കുകയല്ലോ, ഞാൻ കൊടുക്കുകയില്ല. എന്നാലും നിനക്ക് അവനെ ഒന്ന് സഹായിക്കാമായിരുന്നു. ഞാൻ എന്തിനാ അവനെ സഹായിക്കുന്നത്? അവനെന്റെ ആരാ? എനിക്ക് അവൻ എന്നും ദ്രോഹം ചെയ്തിട്ടേ ഉള്ളൂ. കറിയാച്ചൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ മാത്രമാവണമെന്നില്ല. ഓ, അച്ഛന്റെ ഉപദേശത്തിന് നന്ദി. എന്നാ പിന്നെ അച്ഛൻ ഇറങ്ങല്ലേ? നിനക്ക് നല്ലത് വരട്ടെ കറിയാച്ചൻ. റോസമ്മയോട് പറഞ്ഞാല് ഞാൻ വന്നിരുന്നു. ഓ, പറഞ്ഞേക്കാം. കറിയാച്ച ഇനി നമ്മൾ
നമുക്ക് അടിച്ചങ്ങ് പൊളിക്കാം. കഴിയാച്ചൻ ഫിറ്റായി. ഇവന് പണ്ടത്തെ പോലെ സ്റ്റാമിന ഒന്നുമില്ല. അയ്യോ ഇതെന്നാ പറ്റി? നമ്മുടെ പീലിപ്പോസ് അച്ഛൻ വന്നിരുന്നു. അച്ഛനിപ്പോ പോയതേ ഉള്ളൂ. നീ അച്ഛനൊന്ന് വിളിച്ചേ. എന്റെ ദൈവമേ, ഇച്ചായനൊരു കുഴപ്പം വരുത്തല്ലേ. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല, തലക്ക് പിടിച്ചതാ. പിന്നെ അല്ലാതെ ഇത്തിരി മോര് പിടിച്ച മാറാവുന്നേ ഉള്ളൂ. ഇതിനൊക്കെ കത്തനാരെ വിളിക്കണം പാലക്കാരും. കറിയാച്ചോ, നിനക്ക് എന്നാ പറ്റി? അച്ഛോ, എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പിടിച്ചേ. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല അച്ചോ. ഒരേ വെള്ള കലയിലേക്ക് ഒഴിച്ചാൽ കറിയാച്ചനും ഒക്കെ ആവും. റോസമ്മേ, നീ പോയി ആ പാപ്പയോട് വരാൻ പറ. ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. ഇവിടെ മുതൽ കറിയാച്ചന്റെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. പണം കൊണ്ട് നേടാത്തതായി ഒന്നുമില്ല എന്ന് അന്ധമായി വിശ്വസിച്ചിരുന്ന കറിയാച്ചന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോഴുണ്ടാകുന്ന മാറ്റം എത്രയോ വലുതാണ്. എങ്ങനെയുണ്ട് കറിയാച്ച ഇപ്പോ? നല്ല കുറവുണ്ട് അച്ഛോ. കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞു അച്ഛോ, സമയത്ത് എത്തിച്ചത് കൊണ്ടാ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന്. ഞാൻ ആട്ടി ഓടിച്ച എൻ്റെ ആ ദരിദ്രവാസിയായ ആൾക്കാരൻ തന്നെ വേണ്ടി വന്നു എന്നെ ആശുപത്രിയിലാക്കാൻ. അല്ലേ അച്ഛോ? പാപ്പിയുടെ കൈവലം കൊണ്ടാ നിന്നെ പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചെറുപ്പത്തിൽ നിന്റെ കൈ പിടിച്ച് നിന്റെ അമ്മ പള്ളിയിലേക്ക് വരുന്നത്. ബാല്യം മുതലേ ഞാൻ വളർന്നു. മോനെ, ഉണ്ണീശയെ കണ്ടോ? നമ്മളെ രക്ഷിക്കാൻ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നവനാ ഉണ്ണീശോ. എന്റെ മോനും ഉണ്ണീശയെ പോലെ നല്ലവനായി വളരണം. എന്നും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. സന്ധ്യാപ്രാർത്ഥനയും കൊന്ത നമസ്കാരവും ഒരിക്കലും മുടക്കരുത്. നോമ്പെടുക്കണം. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പാവപ്പെട്ടവരെ സഹായിക്കണം. പിന്നെ ക്രിസ്മസിന് ഒരുക്കമായിട്ട് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയും സ്വീകരിക്കണം. കേട്ടോ? വാ മോനെ, ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാം. ആ നല്ല അമ്മച്ചിയുടെ ഉപദേശങ്ങൾ നീ വളർന്നു വന്നപ്പോൾ മറന്നു പോയല്ലോ കറിയാച്ച. ശരിയാച്ചോ, അമ്മ എനിക്ക് തന്ന ഉപദേശങ്ങൾ ഒന്നും പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്ങനെയും പൈസ ഉണ്ടാക്കാനുള്ള ആർത്തിയിലായിരുന്നു ഞാൻ എല്ലാം നേടി. ഇഷ്ടം പോലെ പണം, കാറ്, നല്ല വീട്. പക്ഷേ മനസ്സമാധാനത്തോടെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല അച്ചോ. സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ ഒരു രാത്രി പോലും വെളുപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മകനെ, ധനികന്റെ മനസ്സെപ്പോഴും പണം ഇരിക്കുന്നിടത്താണ്. നീ അത് കണ്ടോ? വളരെ പാവപ്പെട്ട ഒരുവന്റെ കുടുംബമാണത്. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രം തൃപ്തി അടയുന്ന ഒരു കുടുംബം. പക്ഷേ ആ കുടുംബം എത്ര സന്തോഷത്തിലാണ്. അപ്പോസിന് ചാച്ചൻ വേറെ ഉണ്ടായി തരാം കേട്ടോ. എന്റെ കഴിഞ്ഞിട്ട് ഇല്ല, ഇപ്പം തന്നെ ഉണ്ടാക്കണം. മോനെ, തല്ലു പിടിക്കണ്ട. രണ്ടുപേർക്കും ചാച്ചൻ വേറെ ഉണ്ടായി തരാം. ചാച്ചന്റെ മക്കൾ ഇങ്ങനെ ഇരുന്ന് കളിച്ചോണ്ടിരുന്നാ മതിയോ? ആഹാരം വല്ലതും കഴിക്കണ്ടായോ? ആഹാരമൊക്കെ പിന്നെ, ഞാനും എന്റെ മക്കളും കൂടി ഇതൊന്ന് തീർക്കട്ടെ. അല്ലേടോ മക്കളെ? എന്താ മോനെ? അമ്മേ, വാ ഞങ്ങൾ കൂടെ കളിക്കാൻ. അയ്യോ, എനിക്ക് വയ്യ. അച്ഛനും മക്കളും കൂടെ കളിച്ചാ മതി. ഇങ്ങോട്ട് വാ, പിള്ളേരുടെ ആഗ്രഹമല്ലേ.
പക്ഷെ അവരെത്ര സന്തോഷത്തിലാണ്. അച്ഛോ, ഒരു ദിവസമെങ്കിലും അതുപോലെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം അച്ഛോ. അതിന് ഞാൻ എന്തോ ചെയ്യണോ അച്ഛോ? എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണം. മതി, ഇത് മതി. നിന്റെ ഈ കണ്ണീർ നീ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കഴുകി കളഞ്ഞിരിക്കുന്നു. മകനെ, നിന്നെ പോലെ കൂട്ടമിട്ട് പോയ കുഞ്ഞാടുകളെ തേടിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈശോ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നത്. ഓ ജീസസ്, നീ എത്ര വലിയവനാണ്. കറിയാച്ച, നീ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. നന്മ നിറഞ്ഞ ഈ മനസ്സോടെ നമുക്കൊന്നു ചേർന്ന് ക്രിസ്മസിനെ വരവേൽക്കാം. സംഗീതമേള വരൂ വരൂ, ദേവൻ പിറന്നിതാ. തൊഴാം നാഥൻ പിറന്നിതാ. Jingle bells, Uncle Santa Claus, come, 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 in our hearts and homes. Jingle, jingle bells, Uncle Santa Claus, come, 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 in our hearts and homes. Jingle, jingle bells, Uncle Santa Claus, come, 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 in our hearts and homes. Jingle, jingle bells, Uncle Santa Claus, come, 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 in our hearts and homes.